ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നേന്ത്രപ്പഴം ഗോതമ്പ് പൊടിയും വെച്ചിട്ട് നല്ലൊരു പലഹാര റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ തൊലി കളയാതെ ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ നമുക്ക് നല്ല കനം കുറഞ്ഞ് കിട്ടുന്നതാണ്. അപ്പോൾ തൊലി കളയാതെ കട്ട് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ തൊലി കളഞ്ഞെടുക്കുക. പിന്നെ ഇതിനായിട്ട് ഒരച്ച് ശർക്കര എടുത്തിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് 1/2 ഗ്ലാസ് വെള്ളത്തിൽ. പിന്നെ ഇതിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടിയും കുറച്ച് മൈദമാവും പാട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് വേണമെന്നില്ല. പിന്നെ കുറച്ച് അപ്പസോഡയും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ശർക്കരപ്പാനി ചൂടൊക്കെ ഒന്ന് പോയതിന് ശേഷം ഒന്ന് അരിച്ച് വെച്ചിട്ടുണ്ട്. അതും കുറച്ച് വെള്ളം പാട് ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി ഞാൻ എണ്ണ ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നല്ല എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഈ മാവിൽ മുക്കിയിട്ട് ഓരോന്ന് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ പെർഫെക്റ്റ് ആയിട്ട് നല്ല ചായക്കടയിലൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ നമുക്ക് വെറും ഗോതമ്പ് പൊടി വെച്ചിട്ട് തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാം. ഓക്കെ, ബൈ.